ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പഠിപ്പിച്ചു, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, പിന്നെ ക്യാഷ് ബുക്ക്. ഓക്കെ, എല്ലാം ലോജിക്ക മക്കളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, വെറുതെ പഠിപ്പിക്കുന്നില്ല. ഇനി ലാസ്റ്റ് ആറാമത്തെ അസറ്റ് അക്കൗണ്ട്, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ഫിക്സഡ് തന്നെ എഴുതാം, ഫിക്സഡ് ഓർ നോൺ കറന്റ് അസറ്റ്. To balance brought down by balance carried out. These are mandatory items. മക്കളെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ടേ? ഓപ്പണിംഗ് ബാലൻസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ. ഇത് രണ്ട് മാൻഡേറ്ററി ഐറ്റംസ്, ഇത് രണ്ട് മാൻഡേറ്ററി ഐറ്റംസ്. ഫിക്സഡ് അസറ്റിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മളോട് പറയാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത മൂന്നാമത്തെ മാൻഡേറ്ററി ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമുക്ക് ഡിപ്രീസിയേഷൻ എന്തായാലും 99% ഉണ്ടാവും. ഓക്കെ, 99% ഉണ്ടാവും. ബട്ട് ശ്രദ്ധിക്കുക എല്ലാവരും, ക്വസ്റ്റ്യന്റെ ഓപ്പണിംഗ് ബാലൻസ് 10,000 തന്നു, ക്ലോസിംഗ് ബാലൻസ് 10,000 തന്നു. ഓക്കെ, ഡിപ്രീസിയേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇഗ്നോർ ചെയ്ത്, ഡിപ്രീസിയേഷൻ ഇല്ലാന്ന് ഇഗ്നോർ ചെയ്ത്, ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടില്ല, പിന്നെ അസറ്റിന്റെ വാല്യൂ മാറുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ 10,000 ഓപ്പണിംഗ് ബാലൻസ് തന്നു, 7,000 ക്ലോസിംഗ് ബാലൻസ്, 7,000 ക്ലോസിംഗ് ബാലൻസ്, ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. അതായത് ക്രെഡിറ്റ് സൈഡിൽ എന്തോ കുറവുണ്ട്, ആ കുറവ് 3,000. എന്താണ്? ഡിപ്രീസിയേഷൻ. നമ്മളോടൊന്നും പറയണ്ട, ഡിപ്രീസിയേഷൻ മാൻഡേറ്ററി ട്രീറ്റ്മെന്റ്, മാൻഡേറ്ററി ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ തന്നു, ക്യാരി ഡൗൺ തന്നു, ബ്രോ ഡൗൺ തന്നു, എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ എന്തോ ബാലൻസ് വരുന്നു, അതായത് ഇവിടെ എന്തോ ബാലൻസ് വരുന്നു, ഓട്ടോമാറ്റിക് മനസ്സിലാക്കിയോ അത് ക്യാഷ് ആണ്. പർച്ചേസ്, ഫിക്സഡ് അസറ്റ്, പർച്ചേസ്. പിന്നെ നിങ്ങൾ ഒരു ഐറ്റത്തിന് ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ട്രീറ്റ് ചെയ്തു, പർച്ചേസും ട്രീറ്റ് ചെയ്തു. അല്ലെങ്കിൽ പർച്ചേസ് ഇല്ല എന്ന് വിചാരിക്കും, പർച്ചേസ് ഉണ്ടായാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ക്രെഡിറ്റ് സൈഡിൽ സ്റ്റിൽ ദർ ഇസ് എ ബാലൻസ്, ഇവിടെ ഒരു ബാലൻസ് വരും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഡിപ്രീസിയേഷൻ എന്നല്ല, ദാറ്റ് ഈസ് സെയിൽസ്. ഓക്കെ, ബ്രാക്കറ്റിൽ സെയിൽസ്. പറയുന്നത് മനസ്സിലാകുന്നില്ല മക്കളെ? ഇതാണ് ഫിക്സഡ് അസറ്റിൽ മാക്സിമം വരുന്ന ഐറ്റംസ്. ഓക്കെ, ഇതിനെക്കാട്ടിയും കൂടുതൽ വരില്ല. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി, ഏത് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു ഐറ്റം ഒരു വട്ടേ വരും. ബില്ല് മെച്യൂർ ആയി, അത് ഒരു വട്ടേ വരും. ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് അത് ഒരു വട്ടേ വരും. ബില്ല് ഡിസോണർ ആയി, അത് ഒരു വട്ടേ വരും. പിന്നെ ബില്ല് എൻഡോസ് ചെയ്തു, അത് ഒരു വട്ടേ വരും. ഓക്കെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു വട്ടേ വരും. ശ്രദ്ധിക്കല്ല. നമ്മളിപ്പോ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയെന്ന്. ഓക്കെ, Ms. Rashmi furnishes you with the following information relating to her business. ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. ഓക്കെ, ഫസ്റ്റ് ഫേർണിച്ചർ അസറ്റ് ആണ്, ഇൻവെന്ററി അറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. മക്കളെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ കണ്ടുപിടിക്കണം എന്നർത്ഥം. സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 0 വാല്യൂ എന്ന് അർത്ഥം. ചില ക്വസ്റ്റ്യന്റെ സ്ലാഷ് ഇട്ടിട്ടുണ്ട്, എന്താ സ്ലാഷ് ഐഫോൺ വാട്ടവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് 0 വാല്യൂ എന്ന് അർത്ഥം. അതിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഇല്ല. ഓക്കെ, അങ്ങനെയാവാം. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, അൺപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസും അൺപെയ്ഡ് എക്സ്പെൻസും. ഓക്കെ, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ഉള്ളത് മക്കളെ നിങ്ങൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി, കോംപ്ലിക്കേഷൻസ് ആക്കണ്ട. Receipts and payment during the year. Collection from debtors after allowing discount of 3,000 amounting to 1,17,000. Journal entry, cash account debtor, bank discount account debtor to debtors. Collections of discounting of bill of exchange after deduction of discount of rupees 250 by the bank, total 12,250. Bank account debtor, discount account debtor to bills receivable account. Creditors of 80,000 were paid 78,400 in full settlement of their dues. അതായത് journal entry, creditors account debtor to bank to bills receivable or cash, whatever. Payment for flight inwards account debtor to bank. Amount withdrawn for personal use 14,000. Okay, drawings account debtor to cash. Payment for office furniture 2,000 rupees. അതായത് payment for office furniture. Okay, payment for office furniture 2,000 rupees. അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം നമുക്ക്. Investments carrying annual interest of 4% were purchased at 192, face value 200 on 1st July 2016 and payment made therefore. മക്കളെ എത്ര ഷെയർസ് ആണെന്ന് പറയുന്നില്ല,
അന്നേരം നിങ്ങൾ എസ്യൂം ചെയ്തു ഒരു ഷെയർ ആണ്, എസ്യൂം ചെയ്തു ഒരു ഷെയർ ആണ്. ദ ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെന്റ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എത്ര പൈസ കാണിക്കണ്ടേ 192. ബട്ട് മക്കളെ മറക്കരുത് എക്രൂഡ് ഇൻട്രസ്റ്റ്. എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് സാലറി പെയ്ഡ് 29,000. ഓക്കെ, മിസ്ലിനിയസ് റെസിപ്റ്റ് 1000 rupees. ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ സെഗ്രിഗേഷൻ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഫസ്റ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ നമുക്ക് തന്നത്. എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പേ ചെയ്ത എമൗണ്ട് അതിൽ കഴിഞ്ഞ കൊല്ലത്ത് ഉണ്ടാവും അടുത്ത കൊല്ലത്ത് ഉണ്ടാവും, രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ഈ കൊല്ലത്തെ കിട്ടാത്ത പൈസ അതിൽ ഉണ്ടാവില്ല, അത് നമ്മൾ രണ്ടും എന്ത് ചെയ്യുക ആഡ് ചെയ്യാം. കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തേക്ക് കിട്ടിയ പൈസയും ഈ കൊല്ലത്ത് കിട്ടാത്ത പൈസ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം. നെക്സ്റ്റ്, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ കാരണം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ ആൻഡ് ആക്സെപ്റ്റഡ് ബൈ കസ്റ്റമേഴ്സ് ഡ്യൂറിംഗ് ദി ഇയർ അമൗണ്ട് ടു 20,000. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജേണൽ എൻട്രി അറിയാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ഡെപ്റ്റേഴ്സ്. Of these bill of exchange of 4,000 were endorsed in favor of creditors. Journal entry creditors account up to bills receivable. An endorsed bill of exchange of rupees 800 was dishonored. ഞാൻ എൻഡോസ് ചെയ്തത് ആ ഡിസോണർ ആണ്. എന്താ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റർ. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റർ. മക്കളെ ശ്രദ്ധിക്കുക, ഫോളോ പറഞ്ഞാൽ ഞാൻ ബില്ല് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ബില്ല് ഇഷ്യൂ ചെയ്തപ്പോൾ എൻ്റെ ജേണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ഡെപ്റ്റേഴ്സ്. എൻ്റെ ഡെപ്റ്റേഴ്സ് കുറഞ്ഞു. ഡെപ്റ്റേഴ്സിന് പകരം ഡെപ്റ്റേഴ്സിന്റെ ബാങ്കിൽ നിന്ന് എനിക്ക് 3 മാസം കഴിഞ്ഞാൽ ഫണ്ട് കിട്ടും. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. ഞാൻ എന്ത് ചെയ്തു? ഈ ബിൽസ് റിസീവബിൾ എൻഡോസ് ചെയ്തു. ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. എൻ്റെ ക്രെഡിറ്റേഴ്സിന് ഞാൻ ഈ ബില്ല് കൊടുത്തതിനാണ് എൻ്റെ ബില്ല് ഇല്ലാണ്ടായി. ഞാൻ കൊടുത്തില്ല ബില്ല്, അതില്ലാണ്ടായി. അത് മാത്രമല്ല എൻ്റെ ക്രെഡിറ്റേഴ്സ് കുറയുകയും ചെയ്തു. ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ്, അത് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് ഞാൻ കുറഞ്ഞെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഡെബിറ്റ് ചെയ്തത്. ഏன்னா അയാൾക്ക് എന്തായാലും ആദ്യം പൈസ കൊടുക്കണം. ഓക്കെ, എന്തായാലും കൊടുക്കണം. അത് മാത്രമല്ല ഞാൻ ഡെപ്റ്റർ തരാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ല് തന്നോണ്ടാണ് അയാൾ തരാനില്ല എന്ന് പറഞ്ഞത്. ആ ബില്ല് തന്നോണ്ടാ തരാനില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ തരാനുണ്ട്, അയാൾ തരാനുണ്ട്. അയാൾ എന്നെ പറ്റിക്കുകയും ചെയ്ത്. ഞാൻ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റേഴ്സ്. ദിസ് ഈസ് ദ ജേണൽ എൻട്രി. മക്കളെ, ഇതെല്ലാം ഓരോ ട്രാൻസാക്ഷൻ മനസ്സിലാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴും കോംപ്ലിക്കേഷൻ, ഇങ്ങനെ തലിങ്ങനെ ഭാരമായിട്ട് പൊട്ടാൻ പോകുന്നല്ലോ. ഓക്കെ, എന്നാൽ ഇതാണ് ജേണൽ എൻട്രി മക്കളെ. എൻഡോസ് ചെയ്ത ബില്ല് ഇതാവുമ്പോൾ. നെക്സ്റ്റ്, goods costing 1,800 were used as advertising materials. Journal entry advertisement account up to purchase. Advertisement account up to purchase. Advertisement എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ഐറ്റം ആണ്. ഓക്കെ, നോമിനൽ അക്കൗണ്ട് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു അഡ്വർടൈസ്മെന്റ്. അത് മാത്രമല്ല ഈ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പർച്ചേസിന് കുറച്ച് കാണിക്കണം. Two treatments mandatory മക്കളെ. ജേണൽ എൻട്രി അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. P&L അക്കൗണ്ടിലേക്ക് പോകണം. ഓക്കെ, ഇഫ് ഐ ആം റൈറ്റ് ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരാം. ഇഫ് ഐ ആം റൈറ്റ് തന്നെ റൈറ്റ് തന്നെയാണ്. അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. നമ്മൾ പർച്ചേസിന് കുറേ ചെയ്യാം. ഓക്കെ, ഇതാണ് ജേണൽ എൻട്രി. രണ്ടും നോമിനൽ അക്കൗണ്ട് ഐറ്റംസ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം പർച്ചേസിന് കുറച്ച് കാണിച്ചു. അടുത്തത് അഡ്വർടൈസ്മെന്റ് നോർമൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് P&L അക്കൗണ്ട് അപ് ടു അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട്. ദിസ് ഈസ് ദ ടു ട്രീറ്റ്മെന്റ് മക്കളെ. ഇതെല്ലാം ജേണൽ എൻട്രി ആണ്. എന്നിട്ട് പറയുന്ന അടുത്ത് ഗുഡ്സ് ആർ ഇൻവേരിയബിളി സോൾഡ് ടു ഷോ എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 33.33% ഓൺ സെയിൽസ്. മക്കളെ 33.33% ഓൺ സെയിൽ ആണെങ്കിൽ എത്രയാണ് കോസ്റ്റിന്റെ മേലെ കണ്ടുപിടിച്ചോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 20% ഓൺ സെയിൽ ആണെങ്കിൽ 25% ഓൺ കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം? 100 സെയിൽസ് എടുക്കാം. അന്നേരം 33.33 63.33 ഡിവൈഡ് ചെയ്തതിനാൽ 50%.
ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ഇഫ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ആയിരിക്കും എക്സാമിന് അധികം ചോദിക്കാം. ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ഇഫ് എനി ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ഫർദർ ഡ്രോയിങ്സ് ഓർ ഇൻട്രൊഡക്ഷൻ. ഡെബിറ്റ് സൈഡ് കിട്ടിയില്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ, ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയില്ലെങ്കിൽ എന്ത്, ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ drawings. Provided 2.5% for doubtful debts on closing debtors. ഒന്നുമില്ല, ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ട്രീറ്റ് ചെയ്യുക, P&L അക്കൗണ്ട് ഡെപ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഓക്കെ മക്കളെ, ഇതാണ് ട്രാൻസാക്ഷൻ. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇവിടെ എവിടെയും ഇവിടെ എവിടെയും എന്തില്ല, ഇഫ് ഐ എം റൈറ്റ്, ഇവിടെ എവിടെയും എന്തില്ല, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, ബിൽസ് പേയബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ബട്ട് ബിൽസ് റിസീവബിൾ റിലേറ്റഡ് ആയിട്ട് കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. കുറെ ട്രാൻസാക്ഷൻസ് എവിടെ ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ലെഡ്ജർ. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്, 2000 രൂപ. അതെന്താ ചെയ്യേണ്ടത്, ഞാൻ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓപ്പണിംഗ് പ്രീപെയ്ഡ് ഷുഡ് ബി ആഡഡ്, ക്ലോസിംഗ് പ്രീപെയ്ഡ് ഷുഡ് ബി ഡിഡക്റ്റഡ്. റീസൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെൻസ് ആണ്, എന്താ നമുക്കറിയില്ല, 45,000. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് തന്നെ. ക്യാഷ് ബുക്കിൽ ഈ കൊല്ലം ക്യാഷ് ബുക്കിൽ ട്രീറ്റ് എല്ലാ ഐറ്റംസും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, എല്ലാ എക്സ്പെൻസും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻഡിച്ചർ ഇല്ല, സൺട്രി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സൺട്രി എക്സ്പെൻസ് 6,20,700 ഉള്ളിൽ ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എങ്ങനെ വരാന്ന് വെച്ചാൽ 6,20,700 നിങ്ങൾ എന്ത് ചെയ്യുക, P&L അക്കൗണ്ടിലേക്ക് എടുക്കാം. അതിന്റെ കൂടെ പ്ലസ് പ്രീപെയ്ഡ് ഓപ്പണിംഗ് ലെസ് പ്രീപെയ്ഡ് ക്ലോസിംഗ് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് മൈനസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ്. ഇത് ചെയ്തതിന് കിട്ടുന്ന എമൗണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. മക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻഷുറൻസ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 6,000 തന്ന അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് അഡ്ജസ്റ്റ്മെന്റ് തന്നത് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ അഡ്ജസ്റ്റ്മെന്റ് അല്ല. അവിടെ എന്താ സ്പെസിഫിക്, അതെന്തിനാ തന്നേന്ന് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ഇത് എങ്ങനെയാ പേ ചെയ്യുന്നത്, ഒരു കൊല്ലത്തേക്കാ പേ ചെയ്യുന്നത് 6,000 രൂപ. അത് പറയാൻ വേണ്ടിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നത്. ഓക്കെ, അതൊരു പുതിയ ഐറ്റം ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം എവിടെ ട്രീറ്റ് ചെയ്യേണ്ട, ബാലൻസ് ഷീറ്റ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇവിടെ നിർബന്ധം ഉണ്ടാവില്ല ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണ്ട, നോ നീഡ് ടു പ്രിപ്പയർ. ലോജിക്കൽ എന്തുകൊണ്ടാണെന്നുള്ള പറഞ്ഞുതരാം. ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, 10,000 10 lakh ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് 1,40,000 ഉണ്ട്. വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം, ആവശ്യമുണ്ടല്ലോ. ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ട്രീറ്റ് ചെയ്യണം ചോദിച്ചാൽ ട്രീറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്, അതും ആവശ്യമുണ്ട്, വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചോ. ഫിക്സഡ് അസറ്റ് ഓക്കെ, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016. മക്കളെ, എസ്റ്റിമേറ്റാ ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതിനാ നമ്മൾ പറയാ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റാണ് നമ്മൾ CA ഫീൽഡിൽ നമ്മൾ പറയുന്നത് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്,
പ്രൊജക്റ്റഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രൊജക്റ്റ് ചെയ്യാൻ ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. സർ ഇതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം? അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഈ ഓർഗനൈസേഷന്റെ കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്യും. സർ ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്? കാരണം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ട്രാൻസാക്ഷൻ ബേസ് അല്ലേ. അതായത് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് പറയും നിങ്ങളുടെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ഇതാ, പ്രൊജക്റ്റഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ 1 കോടി ഇത് തരണ്ടേ, ലോൺ തരണ്ടേ? പുതിയ ബിസിനസ്സാണ്, അവർക്ക് കഴിഞ്ഞ കൊല്ലത്തെ അക്കൗണ്ട്സ് ഇല്ല. കഴിഞ്ഞ കൊല്ലത്തെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് മതി ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. പുതിയ ബിസിനസ്, അവർക്ക് ലോൺ വേണം 1 കോടി റുപ്യ. അന്നേരം അവരെന്ത് ചെയ്യും, അവരുടെ ബിസിനസിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും. പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ പറയും അയാൾ അടുത്ത കൊല്ലം വിൽക്കാൻ തുടങ്ങിയിട്ടില്ല സാധനം, വിൽക്കുന്നതിന് മുമ്പേ അയാൾ എന്താ പറയാ, അടുത്ത കൊല്ലം 30 കോടി വിൽക്കും, 50 കോടി ലാഭം ഉണ്ടാക്കും, അങ്ങനെ കുറെ ഡംബാച്ച് ഇളക്കും. അതിനാ പറയുക പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ്. ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ പഠിക്കും. ഓക്കെ, ഇത് സ്കില്ലാണ്. എങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മനുഷ്യന്മാരെ പറ്റിക്കാം. ഓക്കെ, എനിക്ക് പലതവണയും സാറിന് ഇത് ചീത്തിട്ട് ഇതിനു വേണ്ടിയിട്ടിരിക്കും. കാരണം എനിക്കിതിങ്ങനെ ചിന്തിക്കാനും പറ്റൂല, എനിക്ക് ഇതിന്റെ ഐഡിയ ഓടുന്നില്ല. ആ സംഭവം 5 കൊല്ലത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. സാറ് 2 ഡീറ്റെയിൽസ് തരാം ചിലപ്പോ. നിങ്ങൾക്ക് ഞാൻ പൊട്ടനായിരിക്കുമ്പോ നല്ല കേൾക്കാൻ രസമായിരിക്കും അല്ലെ? അതാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോ അങ്ങനെ സംഭവം എന്നാ റെസ്പോൺസ് കൂടുതലാണ്. എന്നിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, മാനേജ്മെന്റ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാരാണ്, കുറെ എണ്ണം എല്ലാം ഡംബാശയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് പർച്ചേസും സെയിലും അടുത്ത കൊല്ലത്ത് ഇതാണ്. പേർച്ചേസ് 28 ഫെബ്രുവരി വരെ 14,10,000, മാർച്ച് മാസത്തത് 1,10,000. അന്നേരം ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് 2 കൂട്ടിയാൽ മതി പർച്ചേസ്. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് അതേപോലെ ഇത് 2 കൂട്ടിയാൽ മതി. സർ അതെന്തിനാ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ? നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാവുക. It was decided to invest 1 lakh in purchase of fixed assets which are depreciated at 10% on cost. അതായത് അവരെന്ത് പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ 4 ലക്ഷം ഫിക്സഡ് അസറ്റിന് പുറമെ 1 ലക്ഷം ആദ്യം എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ജേർണൽ ഇതാ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ആണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ്. ആ അസറ്റിന് 10% ഓൾറെഡി ഉള്ള അസറ്റും 10%. ഇതാണ് മക്കൾ നമ്മൾ ചെയ്യേണ്ടത്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി പർച്ചേസ് തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. The time lag for payment to trade creditors for purchase and received from sale is 1 month. അതായത് ശ്രദ്ധിക്കെല്ലാവരും, ഇവരിപ്പോ തന്നെന്താന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡും ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡും തന്നത് 1 മാസമാണ്. അതായത് ഒന്നുമില്ല, ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത മാസം കൊടുക്കാം. ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം കൊടുക്കാം. ഇന്ന് ഞാൻ 1 ലക്ഷത്തിന്റെ സാധനം വാങ്ങിച്ചു, അടുത്ത മാസം 1-ാം തീയതി, അല്ലെങ്കിൽ ഈ മാസത്തെ പർച്ചേസ് ഞാൻ അടുത്ത മാസം കൊടുക്കാം. ഈ മാസം പർച്ചേസ് അടുത്ത മാസം കൊടുക്കും, 1 മാസം കഴിഞ്ഞാൽ കൊടുക്കും. അതാണ് 1 minute. The time lag of payment of, ഒന്നുകൂടി വായിച്ചാട്ടെ മക്കളെ. The time lag of payment to trade creditors for purchase and received from sales is 1 month. ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പേയ്മെന്റ് നടത്തും. സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പേയ്മെന്റ് നടത്തും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എന്തിനാ നമുക്ക് ഈ ഡിഫറെന്റ് ആയിട്ട് തന്നെയെന്ന് വെച്ചാൽ, ഈ 1,10,000 നമ്മൾ അടുത്ത മാസം പേ ചെയ്യും. അതായത് ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,10,000 ഇൻഡയറക്ട്ലി അവർ പറയുന്നു. അതേപോലെ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 2 lakh അവർ ഇൻഡയറക്ട്ലി പറയുന്നത്. എന്തുകൊണ്ടാ? ഈ മാസത്തെ പർച്ചേസും ഈ മാസത്തെ സെയിലിന്റെ പൈസയും നമുക്ക് അടുത്ത കൊല്ലം കിട്ടാം. മാർച്ച് മാസത്തെ പേയ്മെന്റ് ഏപ്രിലാണെന്ന് അർത്ഥം. ഇതാണ് സംഭവം. സർ എങ്ങനെയാണ് സംഭവം? അതായത് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ കൊടുക്കാന്നാ പറയുന്നത്. മാർച്ച് 1-ന് വാങ്ങിച്ചു, അപ്പൊ കൊടുക്കുക ഏപ്രിൽ 1-ന്. മാർച്ച് 2-ന് വാങ്ങിച്ചു, അപ്പൊ കൊടുക്കുക ഏപ്രിൽ 2. മാർച്ച് 3-ന് വാങ്ങിച്ചത്, അപ്പൊ കൊടുക്കുക ഏപ്രിൽ 3-ന്. അതേപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 1 മുതൽ 31 വരെയുള്ള എല്ലാ പർച്ചേസും ഒപ്പം പേ ചെയ്യുക, ഏപ്രിൽ 1 മുതൽ 31 വരെ. അതായത് നിങ്ങൾ ഏപ്രിൽ 1 മാർച്ച് 1 മുതൽ വാങ്ങിച്ചത് ടോട്ടലായിട്ട് 1 മുതൽ 31 വരെ 1 to 31 ഡേയ്സ് നിങ്ങൾ വാങ്ങിച്ചത് 1 ലക്ഷം രൂപയുടെ സാധനമാണെങ്കിൽ, 1 ലക്ഷം രൂപയുടെ സാധനമാണെങ്കിൽ ആ 1 ലക്ഷം നിങ്ങൾ അടുത്ത മാസം പേയ്മെന്റ് നടത്തണം.
അതേപോലെ തന്നെയാണ് നിങ്ങൾ 1/31 എത്രയാണോ വിൽക്കുന്നത്, ആ വിൽക്കുന്നതിന്റെ പൈസ ടോട്ടൽ എത്രയാണോ കിട്ടാനുള്ളത് അത് അടുത്ത മാസമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, നിങ്ങൾ 1000 വെച്ചിട്ട് ശ്രദ്ധിക്കും, 1000 രൂപന്റെ സാധനമാണ് ഓരോ ദിവസം വാങ്ങിക്കുന്നത്. 31 ദിവസം 1000 രൂപന്റെ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 31,000 രൂപ കിട്ടാണ്. അപ്പൊ മാർച്ച് 31 പിറ്റേ ദിവസം നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അന്നേരം മാർച്ച് 31 ഡെപ്റ്റർ ബാലൻസ് എത്രയാ? ഈ 31 ദിവസത്തെ പെർച്ചേസ് അല്ലെങ്കിൽ 31 ദിവസത്തെ സെയിൽസ്. അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലാവുന്ന ഓക്കെ അല്ലെ? അതായത് ഇതാണ് ഡെപ്റ്റേഴ്സ്, ഇതാണ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, വാട്ടർ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അതായത് കഴിഞ്ഞ മാർച്ചിലെ പെർച്ചേസ് ആണ് 1,40,000. അത് ഈ പ്രാവശ്യം പേ ചെയ്തിട്ടുണ്ടാവും. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000. അതപ്പം പേ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും, ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. പറയുന്ന മനസ്സിലാവുന്നുണ്ടാവും. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള 1,40,000 ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് മാർച്ച് 31 ക്രെഡിറ്റേഴ്സാണ്. മാർച്ച് 31 ക്രെഡിറ്റേഴ്സാണ്, ആപ്പിൾ കിട്ടിയിട്ടുണ്ടോ? ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ. എന്നിട്ട് പിന്നെ പറയുന്നത്, ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാ ചെയ്യാം. നമ്മൾ ഈ ഇങ്ങനെല്ലാം കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നാവുള്ളൂ. ഒരു മാസം 12 മാസം വേറെ അങ്ങനെയല്ല ആയിട്ട്. പിന്നെ പറയുന്നത് ബിസിനസ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 30% ഓൺ ടേൺ ഓവർ. നിങ്ങൾക്ക് ടേൺ ഓവർ തന്നിന് മക്കളെ, അതുകൊണ്ട് 30% ടേൺ ഓവർ അവിടെ എടുത്തു. ഓക്കെ. ദ എക്സ്പെൻസ് അഗൈൻസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് ടു 10% ഓഫ് ദി ടേൺ ഓവർ. അതായത് 10% ആണ് എക്സ്പെൻഡിച്ചർ. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദീസ് എക്സ്പെൻസസ്. ഡിപ്രീസിയേഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. Draft a balance sheet as of 31st March 2016, assuming that creditors are all trade creditors for purchases and debtors for sales, and there is no other item of current assets. Where in the current asset illa na parayunnathu. Okay, ipo question il parayunna allade vera onnilla. Liabilities apart from stock and cash and bank balances, assuming that all sales and purchases are on credit basis. എല്ലാ പർച്ചേസും എല്ലാം സെയിൽസും എന്താണ്? ക്രെഡിറ്റ് ബേസിസ് ആണ്. ഓക്കെ ആണ് മക്കൾ എല്ലാവരും? അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്ന ഒന്നും കൂടി വായിക്കാം. ഓക്കെ, ഓക്കെ. സ്റ്റാർട്ടിംഗ് വിത്ത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 10 lakh rupees. ഫാമിലി 10 lakh rupees. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ മക്കളെ, ഞാൻ ഒരു ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 1,40,000 ഉള്ളത്. ഞാൻ തൽക്കാലം ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മക്കളെ. ഇത് മാൻഡേറ്ററി അല്ല, ഞാൻ വെറുതെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, 1,40,000. പിന്നെ അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം? P&L അക്കൗണ്ട്. എത്ര എമൗണ്ട്? 60,000 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എമൗണ്ട് മാറ്റേണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. നെക്സ്റ്റ് P&L അക്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം? ഫിക്സഡ് അസറ്റ് 4 lakhs ആണുള്ളത്. നമുക്ക് അത് ഇപ്പോൾ 4 lakhs മാറ്റി ഇന്നർ കോസ്റ്റ് കാണിക്കാം. ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്നർ കോസ്റ്റ് കാണിച്ചത്. നെക്സ്റ്റ് സ്റ്റോക്ക് 3 lakh rupees. നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് 3 lakh rupees. പിന്നെ അടുത്ത ഐറ്റം ഡെപ്റ്റേഴ്സ് 1,50,000. അത് ഞാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 1.5 lakhs. പിന്നെ അടുത്ത ലാസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ഐറ്റം എന്ന് പറയുന്നത് 3,50,000. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ക്യാഷ് അറ്റ് ബാങ്ക് എത്ര? 3,50,000. അത് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 3,50,000. നെക്സ്റ്റ് നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റുള്ള ഐറ്റംസ് ഒക്കെ ട്രീറ്റ് ചെയ്തു. ഇനി പർച്ചേസ് ആണ്. പർച്ചേസ് 2 രീതിയിലാണ് തന്നത്, രണ്ടും കൂടി ടോട്ടൽ ചെയ്യാം. ഓക്കെ, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് പറയുന്നത്. അന്നേരം ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മളോട് അഡ്ജസ്റ്റ്മെന്റ് ലാസ്റ്റ് പറയുന്നുണ്ട് എല്ലാം ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ആഡ് ചെയ്യാം. പർച്ചേസ് എന്ന് പറയുമ്പോൾ 14,10,000 പ്ലസ് 1,10,000. That is equal to
15,20,000. 15,20,000. മക്കളെ നെക്സ്റ്റ് സെയിൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സെയിൽസിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ പർച്ചേസ്. അപ്പം തന്നെ രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, 15,20,000 അല്ല, 15,20,000 നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസിന്റെ ജേർണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ്. കാരണം ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ ഉള്ളൂ, എല്ലാ സെയിലും ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. ടോട്ടൽ ചെയ്യാം 19,20,000 പ്ലസ് 2 lakhs, that is equal to 21,20,000. 21,20,000 അത് ട്രീറ്റ് ചെയ്തതിന് വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക, അത് പി ആൻഡ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ 21,20,000 ട്രീറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, നമ്മൾ വായിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു മാറ്റവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് വാസ് ഡിസൈഡ് ടു ഇൻവെസ്റ്റ് 1 lakh in purchase of fixed assets. Journal entry, fixed asset account debited to bank by fixed asset. ഓക്കെ, 1 lakh rupees. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് പോസ്റ്റിംഗ് വരുന്നില്ലേ, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, പ്ലസ് എഡീഷൻ. ലെഡ്ജർ അക്കൗണ്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഒന്നും വേണ്ട, ടൈം കുറെ പോകും. 1 lakh എഡീഷൻ. ഓക്കെ, അതിന് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നുണ്ട്. എത്രയാണ് ഡിപ്രീസിയേഷൻ? 10%. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5 ലക്ഷത്തിന്റെ മേലെ. രണ്ടാമത്തെ പർച്ചേസിന്റെ ഡേറ്റ് ഒന്നും തരാത്തതുകൊണ്ട് ഫുൾ ഇയറിലേക്ക് എടുക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ 50,000 രൂപ. ഓക്കെ, നിങ്ങൾക്ക് എത്ര കിട്ടും? ഔട്ടർ കോൾ 3 അസറ്റിന്റെ വാല്യൂ 4,50,000 കിട്ടും. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്, അത് നിങ്ങൾ പി ആൻഡ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. ടു ഡിപ്രീസിയേഷൻ 50,000. മക്കളെ എല്ലാത്തിനും ഞാൻ വായിക്കുന്നതിനനുസരിച്ച് രണ്ട് ട്രീറ്റ്മെന്റ്. എന്നിട്ട് അടുത്ത പറയുന്നത് ടൈം ലാഗ് ഫോർ പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് ആൻഡ് റെസിപ്റ്റ് 1 month എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർച്ച് മാസത്തെ പർച്ചേസ് ആണ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും, മാർച്ച് മാസത്തെ സെയിൽസ് ആണ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും. നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോകാം. ബൈ എത്ര എമൗണ്ട് വരാം, ബാലൻസ് ക്യാരി ഡൗൺ. ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരുന്നത് 2 lakh rupees ആണ്. ഓക്കെ, അതേപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വരുന്നത് 1.1 lakhs ആണ്. ഓക്കെ, 1.1 lakhs ബാലൻസ് ക്യാരി ഡൗൺ. നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാലൻസ് ഷീറ്റില് ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ 2 lakh എന്ന് കാണിക്കുക. കാരണം 2 അഡ്ജസ്റ്റ്മെന്റ് മാൻഡേറ്ററി ആണ്, 2 ഐറ്റം ആയതുകൊണ്ട് 4 അഡ്ജസ്റ്റ്മെന്റ്. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 1,10,000. മക്കളെ ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മളോട് പറയുകയാണ് ക്വസ്റ്റ്യനിൽ ദ ബിസിനസ് ഏൺസ് എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 30% ഓൺ ടേൺ ഓവർ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 21,20,000 into 30%. ഓക്കെ, 21,20,000 into 30%, that is equal to 6,36,000 കിട്ടും. ഓക്കെ, 6,36,000 നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ബൈ ബാലൻസ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 6,36,000. മക്കളെ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും കൂടി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കിട്ടാത്തത്. നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ബാലൻസ് ഫിഗർ, അതായത് 6,36,000 പ്ലസ് 15,20,000 പ്ലസ് 3 lakhs, that is equal to 24,56,000. 24,56,000. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൈനസ് 21,20,000, that is 3,36,000 കിട്ടും. മക്കളെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 3,36,000 കിട്ടി. അപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ 3,36,000 ട്രീറ്റ് ചെയ്യും. ഇനി നമ്മളോട് എന്താ പറയുന്നത്, എക്സ്പെൻസ് അഗേൻസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് 10% ഓൺ ടേൺ ഓവർ. അതായത് എക്സ്പെൻസ് ഉണ്ട്. എന്താണ് എക്സ്പെൻസ്? ടു എക്സ്പെൻസ് അത്രയെന്ന് പറയുന്നത് മക്കളെ ഇതെല്ലാം എസ്റ്റിമേഷൻ ആണ് മക്കളെ. 21,20,000 10%, സോറി 21,20,000 10%, അതായത് 2,12,000 rupees. മക്കൾ എന്താ ജേർണൽ എൻട്രി? എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ചില ആൾ വിചാരിക്കും സാർ അതൊന്നും പറയുന്നില്ല, മക്കളെ ലാബിലിറ്റിനെ കുറിച്ച് പറയുന്നില്ല, എക്സ്പെൻസ് അഗെയിൻസ്റ്റ്. അത് മാത്രമല്ല നമ്മളോട് പറയുന്നുണ്ട് there is no other liability or current asset എന്നാ പറയുന്നത്. there is no other current asset or current liability other than stock and cash balance. അതാണ് നമ്മളോട് പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കണം.
നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാലൻസിങ് ഫിഗർ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യും. ഞാൻ ഓരോ കാര്യത്തിനും കാൽക്കുലേഷൻസ് സ്പെസിഫിക് ആക്കി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കടമയാണ്. എക്സ്പെൻസ് എങ്ങനെ, എക്സ്പെൻസ് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഡൗട്ട് ചോദിച്ചാൽ എന്നെ ശ്രദ്ധിക്ക്. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അപ്പം തന്നെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് നോക്കാം. ഓക്കെ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും 15,20,000 പ്ലസ് 1,40,000 മൈനസ് 1,10,000. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടും 15,50,000. മക്കളെ ബാലൻസ് ഫിഗർ ആണത്. ടു ക്യാഷ് എന്താണ്? ടു ക്യാഷ്. അതേപോലെ നമ്മൾ ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബാലൻസ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 1,50,000 പ്ലസ് 21,20,000 മൈനസ് 2 lakhs that is equal to ബൈ ബാങ്ക്. കാരണം എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണ് ബൈ ബാങ്ക് 20,70,000. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും കിട്ടി, എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും കിട്ടി. നമ്മൾ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് കാണിക്കുക. ടു ഡെപ്റ്റേഴ്സ് 20,70,000. അതേപോലെ ബൈ ക്രെഡിറ്റേഴ്സ് 15,50,000. മക്കളെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ബാലൻസ് ചെയ്യാവുള്ളൂ. അത് ബാലൻസ് ചെയ്തോ. ഓക്കെ, 20,70,000 പ്ലസ് 3,50,000 അതാണ് ടോട്ടൽ വരുന്നത്. അതിന് 1 lakh മൈനസ് ചെയ്യാം. അതേപോലെ 2,12,000 മൈനസ് ചെയ്യാം. പിന്നെ അതേപോലെ 15,50,000 മൈനസ് ചെയ്യാം. Then you will get 5,58,000. That is a balancing figure. That is balance carried out. കാരണം എമൗണ്ട് റിസീവ്ഡ് ഫ്രോം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചു, എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിച്ചു, പിന്നെ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചത് കണ്ടുപിടിച്ചു, പിന്നെ ആകെ ക്രെഡിറ്റ് സൈഡിലുള്ളത് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററിയിൽ ബാലൻസ് ക്യാരിഡ് ഓൺ. നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 5,58,000 കാണിക്കുക. ഓക്കെ മക്കളെ, നമ്മൾ അതിനുശേഷം സദാ ചെയ്യുന്ന പോലെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നെറ്റ് പ്രോഫിറ്റ് 6,36,000 മൈനസ് 50,000 മൈനസ് 2,12,000 that is equal to 3,74,000. അതും ബാലൻസിങ് ഫിഗർ ആണ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്താ ചെയ്യാം? ഓണേഴ്സിന്റെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് എത്ര എമൗണ്ട്? 3,74,000. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടും 13,74,000 കിട്ടും ഔട്ടർ കോളത്തിൽ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 10 lakh, അതിന്റെ കൂടെ 60,000 ആഡ് ചെയ്യുക, പിന്നെ 1,10,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 15,44,000. ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും 15,44,000. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 4,50,000 പ്ലസ് 2 lakh പ്ലസ് 3,36,000 പ്ലസ് 5,58,000 that is equal to 15,44,000. It is tallied. ഓക്കെ മക്കൾ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഈ എമൗണ്ട് 15,50,000 20,70,000 കണ്ടുപിടിച്ചില്ലേ? ഇത് ബാലൻസിങ് ഫിഗർ എന്നല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മക്കൾ, ഇത് ബാലൻസിങ് ഫിഗർ എന്നല്ല. നിങ്ങൾ കാണിച്ചാൽ കാൽക്കുലേറ്റർ എടുക്കുക. എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ മക്കളെ, ആ എമൗണ്ട് എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ, എമൗണ്ട് റിസീവ്ഡ് ഫ്രോം ഡെപ്റ്റേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക ചോദിച്ചാൽ, ഫെബ്രുവരി വരെയുള്ള സെയിൽ എടുക്കും 19,20,000. അതിന്റെ കൂടെ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ എത്രയാണോ ഡെപ്റ്റേഴ്സ് ഉള്ളത് അത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബാലൻസ് ഷീറ്റിലുള്ള ഡെപ്റ്റേഴ്സ് എത്രയാണ്? 1,50,000 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 20,70,000 കിട്ടും. കിട്ടിയില്ലേ? ഓക്കെ, അതുകൊണ്ട് ഇത് ബാലൻസിങ് ഫിഗറിൽ നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ മാസം ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് അത് ഈ മാസം കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മൾ എന്താ കഴിഞ്ഞ മാസത്തെ പെർച്ചേസ് ഈ മാസം കിട്ടും എന്നാ പറയുന്നത്. അവിടെ ഫെബ്രുവരി മാസത്തെ പെർച്ചേസ് എപ്പോൾ കിട്ടുക? അടുത്ത മാസം കിട്ടിയിട്ടുണ്ടോ? അതായത് ഫെബ്രുവരി വരെയുള്ള സെയിൽസ് എടുക്കാം 19,20,000. അതിന്റെ കൂടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20,70,000 കിട്ടും. ഇതാണ് ആൻസർ 1. അതേപോലെ ക്രെഡിറ്റേഴ്സിന്റെ എടുക്കുന്നുണ്ടെങ്കിൽ 14,10,000 പ്ലസ് പർച്ചേസ് അപ് ടു 28/2/2016 പ്ലസ്
1,40,000 അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്. യു വിൽ ഗെറ്റ് 15,50,000. മക്കളെ 15,50,000 20,70,000 ബാലൻസിങ് ഫിഗർ മാത്രമല്ല, പ്ലസ് കൺസെപ്റ്റുമാണ്. കൺസെപ്റ്റ് എന്താ പറയുന്നത്? പർച്ചേസ് പ്ലസ് പർച്ചേസ് അപ് ടു ഫെബ്രുവരി പ്ലസ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് രണ്ടിന്റെ കേസ് 1 മന്ത് എന്ന് പറയുന്നത് മാത്രം